ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയൂ. വിശേഷം ഒന്നുമില്ലേ പറയാൻ? എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്, വേറെ വിശേഷമൊന്നുമില്ല. ഞാനിന്ന് മാർക്കറ്റിൽ പോയായിരുന്നു. ഇന്നും ബീഫ് വാങ്ങി. ബീഫും കൂർക്ക ഇട്ടുള്ള ബീഫ് കറിയാണ് ഇന്ന് വെച്ചത്. അപ്പം ഞാൻ വെക്കുന്നതൊക്കെ കാണിച്ചു തരാം. പുട്ടും കൂർക്കയിട്ട ബീഫ് കറി, അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. കൂർക്ക ഇട്ട ബീഫ് കറി ഞാൻ പുതിയ രീതിയിലാണ് വെച്ചത്. ഇന്ന് കാണാം നമുക്ക് എങ്ങനെയാണ് വെച്ചതെന്ന്. അപ്പോൾ കഴിക്കാം. സൗണ്ട് അടച്ചിരിക്കും കേട്ടോ, പനിയാണ്, അതുകൊണ്ട് സൗണ്ട് ഒരു വല്ലായ്മയുണ്ട്. അപ്പോൾ ഓടി വരും ബീഫും പുട്ടും കഴിക്കാൻ. ഇപ്പോൾ പാചകം തുടങ്ങി ഞാൻ. അപ്പോൾ എല്ലാ വട്ടവും ഞാൻ കൂർക്കയിട്ട് ബീഫ് വയ്ക്കുമ്പോൾ ബീഫിൽ കൂടെ ഇടും കൂർക്കയും ഉള്ളിയെല്ലാം വഴറ്റി ഇട്ടിട്ട് ഇതെല്ലാം ഒരര വേവാകുമ്പോൾ അതിൽ കൂടെ ബീഫിൽ കൂടെ കൂർക്കയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ കൂർക്ക അല്ലാതെ വേവിച്ച് അതിൽ ചേർക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ കൂർക്കയും ബീഫും? അപ്പോൾ നമുക്ക് ഒത്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ രാത്രിയാണ് പുട്ട്. ഉച്ചയ്ക്ക് ചീനി ഉണ്ടായിരുന്നു, ചീനി ചോറ്, പിന്നെ തോരനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂട്ടി എല്ലാവരും ചൂടോടെ ഒരു പിടിയങ്ങ് പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വയ്ക്കുമല്ലേ കൂർക്കയും ബീഫും? അപ്പോൾ ഞാൻ വെച്ചു, കഴിച്ചു, നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചതൊന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ. ആരും ഒന്നും പറയുന്നില്ല. കഴിഞ്ഞ വീഡിയോയ്ക്കൊക്കെ നല്ല കമൻറ്റ് വന്നായിരുന്നു, സന്തോഷമായി. കമൻറ്റുകൾ വരുമ്പോഴും ലൈക്കുകൾ വരുമ്പോഴും അല്ലേ നമുക്ക് സന്തോഷം വരുന്നേ. കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നെ നിങ്ങളെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഒന്നും പറയാൻ പോലും പറ്റുന്നില്ല, സൗണ്ട് അടച്ചിരിക്കുക. നിങ്ങളെ സപ്പോർട്ടുള്ളതുകൊണ്ട് ഞാൻ ഓടി മുന്നോട്ട് പോകുന്നുണ്ട്. കുഴപ്പമില്ലാതെ വാച്ചവറും കിട്ടുന്നുണ്ട്. പിന്നെ വീഡിയോ എന്നും ഇടാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പോവാം അല്ലേ, തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോവാം. പിന്നെ എല്ലാവരും എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ കാണുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളെ സപ്പോർട്ടൊക്കെ തരുന്നതും എല്ലാം ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഒരുവിധപ്പെട്ട എല്ലാവരും ലൈവിൽ ഞാൻ കയറുന്നുണ്ട്. പിന്നെ മെസ്സേജൊന്നും ഇടുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ ലൈവിൽ കയറിയിരിക്കുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ മെസ്സേജൊന്നും ഇടുന്നില്ല. എല്ലാവരും ലൈവിലും ഞാൻ കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരും വിചാരിക്കില്ലേ ഞാൻ കയറുന്നില്ല, ലൈവിൽ കയറുന്നില്ലെന്ന് വിചാരിക്കരുത്. എല്ലാവരും ലൈവിലും ഞാൻ കയറുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ മെസ്സേജൊന്നും ഇടുന്നില്ല. വീഡിയോകളെല്ലാം ഞാൻ കാണുന്നുണ്ട്, എല്ലാവരും ഇടുന്ന വീഡിയോയും കാണുന്നുണ്ട്. പറ്റുന്ന വീഡിയോയ്ക്കൊക്കെ ഞാൻ മെസ്സേജ് കമൻ്റ് ഇടാറുണ്ട്. പക്ഷേ എനിക്ക് ഷോർട്ട് വീഡിയോയ്ക്ക് കമൻ്റ് ഇടാൻ പറ്റുന്നില്ല. അത് കുറേ നേരം നോക്കുമ്പോഴേ ചില വീഡിയോയ്ക്ക് മാത്രം കമൻ്റ് പോകുന്ന, മറ്റേതെല്ലാം യൂട്യൂബ് അങ്ങ് പിടിക്കും കേട്ടോ. കമൻ്റ് ഇടാൻ പറ്റുന്നില്ല. ലൈക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, കമൻ്റ് ഇടാൻ പറ്റുന്നില്ല. പിന്നെ കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇന്നും വിറകടുപ്പിലായിട്ടാണ് വെച്ച്, കുക്കറിൽ വേവിച്ചെടുത്തിട്ട് വിറകടുപ്പിൽ വെച്ച്. അപ്പോൾ എൻ്റെ അടുപ്പിലെ തീ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയില്ലേ തീ എങ്ങനെ ചുമ കത്തുന്നത് കാണാൻ. അതുകൊണ്ട് ഞാൻ തീ കത്തുന്ന ഞാൻ ഇത്തിരി നേരം പിടിച്ച് വെച്ച് എടുത്തുകൊണ്ടിരുന്നു. അത് കാണാൻ നല്ലൊരു പ്രത്യേക ഭംഗി. നമുക്കിനി എത്ര ഗ്യാസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ സ്വന്തം വിറക് വെച്ച് സ്വന്തം വിറകടുപ്പിലുണ്ടാക്കുന്നതിൻ്റെ ആ പുകയും ആ ചൂടത്ത് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെയാണ് അല്ലേ. ഒരു പ്രത്യേക ടേസ്റ്റല്ലേ അത്. നമ്മളെ വിറകടുപ്പിൽ വയ്ക്കുന്ന ഇത് ഏത് ഗ്യാസിലുണ്ടാക്കിയാലും ആ ഒരു മണമൊന്നും കിട്ടാത്തേ ഇല്ല. പിന്നെ കുഴപ്പമില്ല, കൊള്ളാം. നമ്മൾ കുക്കറിലൊക്കെ വെക്കുന്നേക്കാളും നമ്മൾ അടുപ്പിൽ ഇങ്ങനെ വെക്കുന്നതാണ് നല്ലത്. ആ പുകയിൽ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിലും അത് പോവും. എനിക്ക് ചോദിക്കും കുക്കറിൽ വെച്ചാൽ പോകത്തില്ലേന്ന്. പോവും, എങ്കിലും നമ്മളെ വിറകടുപ്പിനെ പോലെ വേറെ ഒന്നും വരത്തില്ല മക്കളെ. പിന്നെ എല്ലാവർക്കും വിറകടുപ്പിനുള്ള സൗകര്യമൊന്നും കാണത്തില്ലല്ലോ. എൻ്റെ പുട്ടും ബീഫും സാധാ ബീഫല്ല, കൂർക്കയിട്ട ബീഫ് അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. മിക്കുള്ളവരും വെക്കുന്നതാണ്, വെക്കാത്ത പാചകം ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കൂ, നല്ലതാണ്. ഞാൻ ഈ രീതിയിൽ ആദ്യം ഫസ്റ്റ് ടൈമാണ് അല്ലാതെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ടാറ്റാ, പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം, ബൈ.